ചോറിൻ്റെ കൂടെ ഒരു ടേസ്റ്റി കക്ക റോസ്റ്റ് ആയാലോ? അതാണ് ഇന്നത്തെ റെസിപ്പി. ഒന്ന് കണ്ടു നോക്കൂ, വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം. ഇതിൻ്റെ ക്ലീനിങ്ങിനാണ് അല്പം കൂടുതൽ സമയം എടുക്കുക. കാരണം ഇതിൽ ധാരാളം മണ്ണും കല്ലും അഴുക്കും ഒക്കെ ഉണ്ടാവും. എല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്ത ശേഷം വേണം നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാൻ. എന്നാലും തീരെ പൊടിയായിട്ടുള്ള കക്ക ആയതുകൊണ്ട് നല്ലപോലെ കൈകൊണ്ട് തിരുമ്മി പിഴിഞ്ഞ് ഒരുപാട് തവണ വെള്ളം മാറ്റിയെടുത്താൽ മതി. അല്പസമയം വിനീഗറൊക്കെ ഒഴിച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഞാനിതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അല്പം വലിയ കക്കയാണെങ്കിൽ ഇത്രയും മാത്രം ചെയ്താൽ പോരാ, ഓരോന്നിൻ്റെ ഉള്ളിൽ നിന്നും അതിൻ്റെ ആ ഒരു കറുത്ത ഭാഗമുണ്ട്, അത് ഞെക്കി കളയേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ അത്രയ്ക്കൊന്നും ചെയ്തിട്ടില്ല, നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തു. ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കാം. ചെറിയ കക്ക ആയതുകൊണ്ട് നമുക്ക് അടുപ്പിൽ വെച്ച് തന്നെ വേവിക്കാം. ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്താൽ മതി. ചെറിയ തീയിലൊരു 15-20 മിനിറ്റ് വരെ വെക്കേണ്ടി വരും. വലിയ കക്കയാണെങ്കിൽ കുക്കറിൽ തന്നെ വേവിക്കുന്നതാണ് നല്ലത്. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി വെള്ളം പോരെങ്കിൽ അല്പം കൂടി ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കുക. നല്ല സോഫ്റ്റായി വരുന്നവരെ വെന്ത് കിട്ടണം. ഇത് 600 ഗ്രാം കക്കയിറച്ചിയുണ്ട്. മുഴുവനായിട്ടും വേവിച്ച് വെച്ചിട്ട് ആവശ്യമുള്ളത് മാത്രം നമുക്കൊരു റോസ്റ്റാക്കി എടുക്കാം. കക്ക വേവുന്ന സമയം കൊണ്ട് അല്പം വെളുത്തുള്ളിയും, ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് പച്ചമുളക്, ചെറിയ ഉള്ളി ഒരു 30 എണ്ണം, ഇത്രയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് കാന്താരി മുളകാണ്. പച്ചമുളകായാലും മതി. ഇത് അത്ര എരിവില്ലാത്ത കാന്താരി ആയതുകൊണ്ട് ഞാനൊരു 10-15 എണ്ണം എടുത്തിട്ടുണ്ട്. ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ചേർത്ത് നമുക്കൊന്ന് അരച്ച് വയ്ക്കാം. ഞാനിതിപ്പോൾ അല്പം പെരിഞ്ജീരകം വറുത്ത് പൊടിച്ച് മിക്സിയുടെ ജാറാണ്. നല്ല ഫ്രഷായിട്ട് വറുത്ത് പൊടിച്ചാൽ പെരിഞ്ജീരകത്തിന് നല്ലൊരു സ്വാദും മണവും ഒക്കെ ഉണ്ടാവും. ഇതിലേക്ക് ഇഞ്ചി ഒന്ന് ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ഇത്രയും ചേർത്തൊന്ന് അരച്ച് വയ്ക്കാം. കക്കയിറച്ചി വളരെ സ്വാദിഷ്ടമാണെന്ന് മാത്രമല്ല, നല്ല കാൽഷ്യം റിച്ച് ആണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. പക്ഷെ ഒരുപാട് ക്വാണ്ടിറ്റി ആർക്കായാലും അത്ര നല്ലതല്ല. കാരണം ഇത് യൂറിക് ആസിഡിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കും. കാലുവേദന തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കക്ക വേവിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് വരട്ടിയെടുക്കാം. അല്പം ധാരാളമായിട്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. ഇതിൽ ചെയ്യുമ്പോഴായിരിക്കും കുറച്ച് സ്വാദ് കൂടുതലുണ്ടാവുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റാം. ഒരല്പം ഫ്രഷായിട്ടുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതൊരു നാടൻ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് വെളിച്ചെണ്ണ തന്നെ ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഓരോ ഉള്ളിയും ഞാനൊരു 3-4 ഒക്കെ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും ഈ എണ്ണയിൽ കിടന്ന് നല്ല പോലെ ഒന്ന് മൂത്ത് വരട്ടെ. നല്ല മൂത്ത് ഒരു ബ്രൗൺ കളറായി വരട്ടെ. ഒരല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്, ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ്. ഇടയ്ക്കിടയ്ക്കായിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ബ്രൗൺ കളറായി തുടങ്ങി. ഇനി നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാനുണ്ട്. അതിനുശേഷം വേവിച്ച കക്കയിറച്ചി ചേർത്ത് കൊടുക്കാം. ഇനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും പൊടികൾ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒന്നും ഇപ്പോൾ ചേർക്കുന്നില്ല. ആവശ്യത്തിന് നമ്മൾ നേരത്തെ ചേർത്ത് കഴിഞ്ഞു. ഈ കക്കയിറച്ചിക്ക് വലിയ വിലയൊന്നുമില്ല. ഞാനിപ്പോൾ ഇത്രയും കക്കയിറച്ചി വാങ്ങിച്ചത് ആകെ 100 രൂപയ്ക്കാണ്. അപ്പോൾ വളരെ എക്കണോമിക്കലായിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. വേവിച്ച് വെച്ചതിൽ പകുതി കക്കയിറച്ചി ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക. ചെറിയ തീയിൽ വെച്ച് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലപോലെ വരണ്ട് വരട്ടെ. ആവശ്യത്തിന് വെളിച്ചെണ്ണ ആദ്യമേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പോരെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അല്പം കൂടി ഒഴിക്കാം. ഞാനിപ്പോൾ വേറെ എക്സ്ട്രാ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ചെറിയ തീയിൽ അങ്ങനെ ഇട്ട് വരട്ടിയെടുക്കാം. കക്ക ചെറുതായിട്ട് പൊട്ടുന്ന ശബ്ദമൊക്കെ കേൾക്കാം.
ആ സമയം വരെ അടുപ്പിൽ തന്നെ വെച്ചേക്കുക. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ കക്ക റോസ്റ്റ് റെഡി. ഊണ് കഴിക്കാൻ റെഡി ആയിക്കോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.